ബീഹാർ മാതൃകയിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ കേരളത്തിലും ഉടൻ തുടങ്ങും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇതിനുള്ള മുന്നൊരുക്കം ആരംഭിച്ചു. അടുത്ത മാസം തന്നെ SIR നടപടികൾ തുടങ്ങിയേക്കും. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് വന്നതിന് ശേഷം SIR നടപടികൾക്കായി ആദ്യം രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കും. സംസ്ഥാന ജില്ലാ തലങ്ങളിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ ഇത്തരം യോഗങ്ങൾ ചേരും. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും ഇതിനായി പ്രത്യേക പരിശീലനം നൽകും. സംസ്ഥാനത്ത് വിവിധ തലങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. മാധ്യമ പ്രതിനിധികൾക്കും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് കമ്മീഷൻ നീക്കം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിനായി കാത്തിരിക്കുകയാണ് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഓഫീസർ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കത്തെ സംശയത്തോടുകൂടിയാണ് CPM കാണുന്നത്. പരിശോധനയുണ്ട്, മറിച്ച് 2-3 പതിറ്റാണ്ടുകളായി വോട്ടർ പട്ടികയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇളക്കി മറിച്ച് ഈ വോട്ടവകാശം എന്നുള്ളത് അവരുടെ പരമമായ ഉത്തരവാദിത്തമാക്കുന്ന ഒരു രീതി ഒരു തരത്തിലും അഭിലഷണീയമല്ല എന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJPയുടെ B ടീം എന്നുള്ള പദവി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പോട്ട് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ SIRനുള്ള പ്രാഥമിക നടപടികൾക്ക് തുടക്കം കുറിച്ചേക്കും. 2002 കേരളത്തിൽ ഏറ്റവും ഒടുവിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത്. മീഡിയ 1 തിരുവനന്തപുരം.